കൃഷ്ണൻകുട്ടി മണിമലയ്ക്ക് എന്ത് തോന്നുന്നു? നമസ്കാരം. നമസ്കാരം. ദീപുവിന് മുൻഗണന കൊടുത്തത് എനിക്ക് സന്തോഷമുള്ളൂ. കുറെ നാൾ കൂടിയാണ് അദ്ദേഹത്തിന്റെ ശബ്ദം കേൾക്കുന്നത്. അതെ കേൾക്കുന്നല്ലോ ഞാൻ വിചാരിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ദുബായിലെത്തി. ഏതായാലും അവിടെ നിന്ന് വിളിക്കുന്നുണ്ടല്ലോ. ദുബായിലെത്തിയെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് 5 വർഷം മുമ്പ് ജോലി ചെയ്ത കമ്പനി തിരിച്ചു വിളിക്കുകയാണ് വരണം എന്ന് പറയുന്നത്. അത് എത്ര ഒരു അഭിമാനകരമായ ഒരു സാഹചര്യമാണെന്ന് നോക്കൂ. തീർച്ചയായിട്ടും അത് നന്മയുടെ ലക്ഷണമാണല്ലോ. അതെ. അതുപോലെ തന്നെ നമ്മുടെ രവീന്ദ്രൻ അഭിവാദനങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പൊ 2026 നമ്മുടെ പൊതുവേദിയിൽ ആളുകൾക്കൊക്കെ നല്ല കാലമാണ് കേട്ടോ. ശ്രീ കൃഷ്ണൻകുട്ടി മണിമലയ്ക്ക് എന്തെങ്കിലും നല്ലത് വരാനിരിക്കുന്നേ ഉള്ളൂ. എല്ലാവർക്കും നല്ലത് വരട്ടെ ഞാൻ പറയുന്നത്. അതെ. രവീന്ദ്രൻ എന്ന് പറഞ്ഞ കാഞ്ഞിരപ്പള്ളി എന്ന് പറഞ്ഞ മണയിൽ നിന്ന് 12 കിലോമീറ്റർ ദൂരേ ഉള്ളൂ. അത് ശരി. അപ്പൊ നിങ്ങൾ ഏതാണ്ട് ഒരേ അയൽക്കാരെന്ന് ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടൊന്നുമില്ല. നമ്മുടെ ഈ പൊതുവേദിയിലൂടെയുള്ള ഇത് മാത്രമേ ഉള്ളൂ. എന്തായാലും പുള്ളി ഇടയ്ക്ക് ഇങ്ങനെ പുള്ളി ഉപയോഗിക്കുന്ന ചില കട്ടിയുള്ള ഭാഷകളൊക്കെ നമ്മൾ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അതെ. ഇപ്പൊ നന്നായിട്ടുണ്ട്. അഭിവാദനങ്ങൾ പറയുന്നു. പിന്നെ ഇപ്പം താങ്കൾ പറഞ്ഞ ഉദാഹരണങ്ങൾക്ക് നമുക്ക് മലയാളത്തിൽ പറയാനാണെങ്കിൽ പുരയ്ക്ക് തീ പിടിക്കുമ്പോൾ വാഴ വെട്ടുക എന്ന് പറയല്ലേ. ഞാൻ കുറച്ചും കൂടി അതിലെ ഒരു അക്കാഡമിക് ലാംഗ്വേജിൽ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ വളരെ ലളിതമായി നാടൻ പ്രയോഗത്തിൽ പറഞ്ഞു. ഞാനത് മലയാളീകരിച്ചതേ ഉള്ളൂ. അതുപോലെ കത്തുന്ന പുരയിൽ നിന്ന് കഴക്കോല് വരിക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ നോക്കൂ, നമ്മൾ കോൺഗ്രസിന്റെ കാര്യം പറയുമ്പോഴേ അവര് പണ്ട് പറഞ്ഞിരുന്നു 1000 വീട് വെച്ചു കൊടുക്കുമെന്ന്. 1000 വീട് നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഉള്ളതാണ്, ഇപ്പോഴുള്ളതാണ്. ഇവര് വയനാട്ടിൽ വെച്ചു കൊടുക്കാവുന്ന വീടുകളുടെ എണ്ണം പറഞ്ഞു കഴിഞ്ഞാല് വയനാട്ടിലുള്ള ഒരു പഞ്ചായത്ത് മൊത്തമുള്ള ആൾക്കാരിൽ കൂടുതലുണ്ട് വീടുകളുടെ അവർ വാഗ്ദാനം ചെയ്ത വീടുകളുടെ എണ്ണം. ഒരെണ്ണത്തിന് പോലും ഒരു ചെറിയ കുടിൽ പോലും വെച്ച് കൊടുത്തിട്ടുമില്ല. പണം പിരിക്കൽ ഇഷ്ടം പോലെ നടന്നിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, അവർക്കും അറിയാം, കോൺഗ്രസ്സുകാർക്കും അറിയാം. അതൊക്കെ എവിടെ പോയി? അതുപോലെ തന്നെ നമ്മുടെ പണ്ടത്തെ ബഹുമാന്യ നേതാവ്, ഇവരുടെ ലീഡർ എന്ന് അറിയപ്പെട്ടുകൊണ്ടിരുന്ന ശ്രീ കെ കരുണാകരന്റെ പേരിൽ സ്മാരകം ഉണ്ടാക്കാൻ ഇവർ പൈസ പിരിച്ചു എന്ന് പറയുന്നു. അതെന്തായി? ഇതൊക്കെ അവർ തന്നെ പരസ്പരം ചോദിക്കുന്ന കാര്യങ്ങളല്ലേ. ഇവരുടെ ജോലി പിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിരിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ട് പോകുമെന്നറിയില്ല. യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിലാണ് പിരിവ് നടന്നത്. അതിന്റെ എന്തെങ്കിലും കണക്ക് ആർക്കെങ്കിലും അറിയാവോ? ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ? കഴിഞ്ഞ 28-ാം തീയതി മറ്റേ തറക്കല്ലിടുമല്ലോ പറഞ്ഞ് ശ്രദ്ധിക്കുന്നു പറഞ്ഞവരുടെ MLA പറഞ്ഞിരുന്നു കഴിഞ്ഞ ഡിസംബർ 28. അതിപ്പം ജനുവരി 10 എന്ന് പറയുന്നു. ജനുവരി 10 എന്ത് പറയുമെന്ന് നമുക്ക് അന്നേരം കാത്തിരിക്കാം. എന്തായാലും ഞാൻ പലരും പറയുന്നത്. ഇന്നത്തെ മറ്റൊരു ചാനൽ ഞാൻ കേട്ടു. അത് അവിടെ ഏതോ ഒരു തറക്കല്ലിട്ടിട്ടുണ്ടായിരുന്നു. എന്നാ 5-6 കൊല്ലം മുമ്പത്തെ കാര്യമാണ് പറയുന്നേ. ഇന്നൊന്നും കിട്ടുമല്ല. 5-6 കൊല്ലം മുമ്പ് ഇട്ട തറക്കല്ല് ഇപ്പോഴും അവിടെ കിടക്കുന്നു എന്നാണ് ചാനലുകാർ തന്നെ പറയുന്നത്. അപ്പൊ നിങ്ങളൊക്കെ തന്നെ ഇത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് സത്യാവസ്ഥ വെളിയിൽ കൊണ്ടുവരണം. അപ്പൊ ഇത്രയും കുഴപ്പങ്ങളുള്ളപ്പോ ഈ പറഞ്ഞ പോലെ വിദേശത്തു നിന്നുള്ള പിരിവായത് കാരണം ഇവിടുത്തെ വിജിലൻസ് അന്വേഷിക്കാനുള്ള പരിമിതി ഉണ്ടെന്നുള്ളത് കൊണ്ടാണല്ലോ CBI വരട്ടെ എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നത്. അത് CBI വരുന്നതിനെന്താ പേടിക്കേണ്ട ആവശ്യം? വിശ്വാസമുണ്ടോ? അതാണ് എന്റെ ചോദ്യം. എന്റെ വിശ്വാസം അല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഇത് അന്വേഷിക്കണ്ടേ? അന്വേഷിക്കാൻ പിന്നെ ആരെ ഏൽപ്പിക്കും? ഇന്റർപോളിനെ ഏൽപ്പിക്കാൻ പറ്റുമോ? ഒരു ഏജൻസി അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ കേരളമായിട്ട് ഈ വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷണം നടത്തണമെങ്കിൽ അതിനുള്ള ഏജൻസി കേരളത്തിലെ പോലീസ് അല്ലല്ലോ, കേരളത്തിലെ വിജിലൻസും അല്ലല്ലോ. അല്ലെങ്കിൽ ഇവർ തന്നെ ഇത് പുറത്തു വിടണ്ടേ? ഇത് നോക്കൂ, ഇപ്പൊ ഡിവൈഎഫ്ഐക്കാര് ഞാനൊക്കെ വീട്ടിലൊക്കെ ഈ ആക്രിയൊക്കെ ഈ വേസ്റ്റ് ഒക്കെ നമ്മൾ കൂട്ടിയിട്ടേക്കും. അപ്പൊ ഈ ആക്രി വാങ്ങിക്കുന്നവരുണ്ട്. അവർ വരുമ്പോ ഞങ്ങൾ പറയുന്നത് എന്താണെന്നറിയാമോ? അത് ഡിവൈഎഫ്ഐക്കാർ ഇടയ്ക്കിടയ്ക്ക് വരുമെന്ന് കൊണ്ടുപോയിക്കോളും, അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് തരില്ല എന്നാ പറയുന്നത്. ആക്രി വിറ്റാൽ നമുക്ക് പൈസ കിട്ടും. പക്ഷെ ഡിവൈഎഫ്ഐക്കാർ കൊണ്ടുപോകുന്നതിന് ഒരു പൈസ പോലും നമ്മൾ വാങ്ങുന്നില്ല. അവരത് കൊണ്ടുപോയി സ്വരുക്കൂട്ടി വെച്ച് ഈ വയനാടിന് തന്നെ 20 കോടിയിൽ പരം രൂപയാണ് അവർ കൊടുത്തത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക്. അതെല്ലാം വാർത്തയിൽ വന്നതാണല്ലോ, ചാനലിലൊക്കെ വന്നതാണല്ലോ. അതുപോലെ ഇവരൊക്കെ പിരിച്ച പൈസ എവിടെ പോയി? ഡിവൈഎഫ്ഐ പിരിച്ച കണക്കിന് കൃത്യമായിട്ട് കണക്ക് പറഞ്ഞല്ലോ. അതുപോലെ എല്ലാ കാര്യങ്ങളിലും കണക്ക് വേണം. കണക്ക് പൊതുജനത്തെ ബോധ്യപ്പെടുത്തണം. ഞങ്ങളൊക്കെ പിരിക്കുന്ന കാലത്ത് 70-കളിൽ ഞാൻ ഇതുപോലെ പൊതുപ്രവർത്തനങ്ങൾക്ക് പിരിവെടുക്കുമ്പോൾ അന്ന് 25 പൈസ 50 പൈസയൊക്കെയായിരുന്നു പിരിവായിട്ട് വാങ്ങിക്കുന്നത്. ഇതിലൊരു ഒരു ജാഥ, കാൽനട ജാഥ വരാമെങ്കിൽ നോട്ടുമാല ഇടണം. 10 രൂപയുടെ നോട്ടുമാല ഇടണമെങ്കിൽ ഞങ്ങൾ 25 പൈസ വെച്ച് കിട്ടിയാൽ തന്നെ എത്ര വീട്ടിൽ കയറണമെന്ന് അറിയാമോ? അത് വന്നിട്ട് എവിടെയെങ്കിലും കടയിൽ കൊണ്ടുപോയി മാറിയിട്ട് 1 രൂപയാക്കും, 1 രൂപ നോട്ടാക്കും. അന്നത്തെ 1 രൂപ നോട്ട്. ഇപ്പൊ ആരെങ്കിലും ആ നോട്ട് ഓർക്കുന്നുണ്ടോ എന്ന് അറിയില്ല. എന്നിട്ട് നൂലിൽ കോർത്ത് ജാഥാ ക്യാമ്പിന് ഞങ്ങൾ മാല ഇടും. 1 രൂപ നോട്ടിന്റെ മാല, നോട്ടുമാല. ആ ജാഥയ്ക്ക് വേണ്ടിയുള്ള മൊത്തം ചെലവിന്റെ ഒരു ഭാഗം ഞങ്ങളുടെ പിടിക്ക് വരുമ്പോൾ ഞങ്ങളും കൂടെ കൊടുത്തതിന് ശേഷമാണ് അത് കംപ്ലീറ്റ് ആവുന്നത്, അവരുടെ ചെലവൊക്കെ വഹിക്കാൻ പറ്റുന്നത്. എന്നാലും പലപ്പോഴും കടമായിരിക്കും. ഇപ്പോഴും പല പരിപാടികൾ നടത്തുമ്പോഴും പാർട്ടിയുടെ ഞങ്ങളുടെ യൂണിറ്റിലൊക്കെ എപ്പോഴും കടവേ ഉള്ളൂ ബാക്കി. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ നിലനിൽക്കുമ്പോൾ ഈ കോൺഗ്രസ്സുകാർ പിരിക്കുന്നതിന്റെ കണക്കെന്ന് പറഞ്ഞാൽ അവരെന്തുകൊണ്ട് പൊതുജന മൊത്തത്തിൽ പറയുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവർക്ക് പറയാനില്ലെന്നും പറഞ്ഞു കഴിഞ്ഞാൽ കള്ളി വെളിച്ചത്താവുന്നുള്ളത് തന്നെയാ. അതുകൊണ്ടാണ് അവർ പറയാത്തത്. അതുകൊണ്ട് അന്വേഷണം വേണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും എന്നോട് ശശിധരൻ നമ്മുടെ വയലാർ ചേർന്നിട്ടുണ്ട്.